Good morning, students. Evolution next നമുക്ക് വരുന്ന ചാപ്റ്റർ തിയറീസ് ഓൺ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ് ആണ്. അതിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടതായിട്ടുള്ളത് ലാമാർക്സ് തിയറിയാണ്. ലാമാർക്സ് തിയറി ആയാലും ഇനിയുള്ള ഡാർവിൻ തിയറി ആണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂൾ ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അന്ന് പഠിച്ച അതേ തിയറീസ് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എങ്കിലും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിയറി നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്കുള്ളത് ലാമാർക്സ് തിയറിയാണ്. ലാമാർക്ക് എന്ന സയൻറ്റിസ്റ്റ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് ലാമാർക്സ് തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു ബുക്കിൽ, ഫിലോസഫി സുവോളജിക് എന്ന പേര് നൽകിയിട്ടുള്ള ഒരു ബുക്കിലാണ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. 1809 അദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് ലാമാർക്കിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ തിയറിയാണ് ലാമാർക്കിസം എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറി മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ലാമാർക്സ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പം ലാമാർക്കിസംസ് എന്ന് പറയുന്നത് തന്നെയാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് ആൻഡ് ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത തിയറിയുടെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത തിയറിയിൽ മെയിനായിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് കുറേ ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹത്തിനെ ഇറ്റ് ലെഡ് ടു ദിസ് തിയറി പോസ്റ്റുലേഷൻ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രകൃതി, നേച്ചർ ആണ് കണ്ടിന്യൂസ്ലി ഒരു ഓർഗാനിസത്തിൻ്റെ സൈസും എഫിഷ്യൻസിയും എൻഹാൻസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഓരോ ഓർഗാനിസം, ഏത് ഓർഗാനിസം എടുത്താലും ആ ഓർഗാനിസത്തിൻ്റെ സൈസ് ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനുമുള്ള കാരണം, ഓർ ദ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നേച്ചറാണ്. നേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഓരോ ഓർഗാനിസവും ടെൻഡ് ടു എൻഹാൻസ്, മോർ എഫിഷ്യൻ്റ് ആകാൻ കാരണം. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, സമ്മറൈസ് ചെയ്യുമ്പം നമുക്ക് സെക്കൻഡ് പോയിൻ്റ് പറയുന്നത്, ഒരു പുതിയ ഓർഗൻ ഫോം ചെയ്യുന്നത്, ഒരു ഓർഗാനിസത്തിൽ പുതിയൊരു ഓർഗൻ ഫോം ചെയ്യുവാണെങ്കിൽ, പുതിയൊരു അവയവം ഫോം ചെയ്യുവാണെങ്കിൽ അതൊരു പുതിയ ആവശ്യമുള്ളത് കൊണ്ടാണ് പുതിയൊരു അവയവം ഡെവലപ്പ് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പം ഫോർമേഷൻ ഓഫ് എ ഓർഗൻ ഈസ് ബിക്കോസ് ഓഫ് ദ ന്യൂ നീഡ് ഓഫ് ദാറ്റ് ഓർഗാനിസം എന്നാണ് അടുത്ത് പറയുന്നത്. തേർഡ് പോയിൻ്റ് പറയുന്നത്, ഏതൊരു ഓർഗനും കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ, എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗൻ ആണെങ്കിൽ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ പെർഫെക്റ്റ് ആകാനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ഓർഗൻ ആണെങ്കിൽ, അത് ഉപയോഗിക്കാത്ത ഒരു ഓർഗൻ ആണെങ്കിൽ അതതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീജനറേഷന് കാരണമാകുന്നു. പിന്നെ ക്രമേണ അങ്ങനെ ഉപയോഗിക്കാതിരുന്ന് അത് ഡീജനറേറ്റ് ചെയ്ത് ഡിസപ്പിയർ ആകാനും കാരണമാകുന്നു എന്നാണ് തേർഡ് പോയിൻ്റ് പറയുന്നത്. ആ തിയറി, ഈ പറഞ്ഞ തിയറി, ഈ പോയിൻ്റാണ് തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് യൂസ് ഓഫ് ആൻ ഓർഗൻ causes it to be more efficient and more developed, while those organs which are not constantly used or the disuse leads to its degeneration, reduction and disappearance എന്നാണ് തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് പറയുന്നത്. ഇനി ഫോർത്ത് പോയിൻ്റ് പറയുന്നത്, ഓരോ ഓർഗാനിസവും അതിൻ്റെ ജീവിതത്തിൽ, അതിൻ്റെ ലൈഫ് സൈക്കിളിൽ അത് അറ്റൈൻ ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്, അങ്ങനെയുള്ള എന്ത് കഴിവ് അത് നേടിയാലും ദാറ്റ് അഡാപ്റ്റേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് വിൽ ബി പാസ്ഡ് ഓൺ ടു ഇറ്റ്സ് സബ്സിക്വൻറ്റ് ജനറേഷൻ. അതായത് അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു,
അതിൻ്റെ ഓഫ് സ്പ്രിങ്സിലേക്ക് ഇൻഹറൻ്റായിട്ടത് കൈമാറപ്പെടുന്നു എന്നാണ് 4th പോയിൻ്റ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? ഓരോ മാറ്റങ്ങളും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻസിലേക്ക് പാസ് ചെയ്യപ്പെടുമ്പോൾ ഈ മാറ്റങ്ങൾ അടുത്ത ജനറേഷൻസിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ മാറ്റങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് കുറേ കാലങ്ങളോളം കഴിയുമ്പം ഈ അക്യുമുലേറ്റഡ് കാര്യങ്ങളെല്ലാം, ഈ അക്യുമുലേറ്റഡ് മോഡിഫിക്കേഷൻസ് എല്ലാം കൂടി അക്വയർമെൻറ്റിലേക്ക് പോകുന്നു. ആ തിയറിയാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഓർഗാനിസവും അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ പല എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് കാരണമോ ഒക്കെ പല മോഡിഫിക്കേഷൻസും വരുത്തും. ആൻഡ് ദീസ് മോഡിഫിക്കേഷൻസ് ഇറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ടു ഇറ്റ്സ് സബ്സിക്വൻറ്റ് ജനറേഷൻസ്. അങ്ങനെ പാസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഈ മോഡിഫിക്കേഷൻസ് ഇൻഹെറൻ്റ് ആണ് എന്ന് പറയുന്നതാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ലാമാർക്കിസത്തിൽ വലിയ ഒരു മെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ തിയറിയാണ്. അപ്പോൾ ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അഡാപ്റ്റേഷൻസ് എല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്ത്, അഡിക്റ്റീവ് ഫോഴ്സ് ആയത് ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് മോഡിഫിക്കേഷൻസ് അവസാനം എന്ത് പറ്റുന്നു? അവസാനം ഇത് പുതിയൊരു സ്പീഷീസിലേക്ക്, ഒറിജിൻ ഓഫ് എ ന്യൂ സ്പീഷീസിലേക്ക് പോകുന്നു. പുതിയൊരു സ്പീഷീസ് തന്നെ ഇവോൾവ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലാമാർക്കിസം അല്ലെങ്കിൽ ലാമാർക്സ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ ചുറ്റിനുമുള്ള നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും അത് ഡൈനാമിക് ആണെന്ന് നമുക്കറിയാം, സ്റ്റാറ്റിക് അല്ല. അപ്പോൾ എപ്പോഴും പല പല ചേഞ്ചസും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് വി ഓൾ ഓർഗാനിസംസ് ഹാവ് ടു അഡാപ്റ്റ് ടു ദിസ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അങ്ങനെയുള്ള ഇപ്പം നമ്മൾ എല്ലാ ഓർഗാനിസംസും പല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നു. ഈ മോഡിഫിക്കേഷൻസ് അത് ആ ഓർഗാനിസം കൂടുതൽ ബെറ്ററായിട്ട് വരാൻ കാരണമാകുന്നു, കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു. ഓരോ ഓർഗാനിസവും കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു, കൂടുതൽ അഡാപ്റ്റബിൾ ആകുന്നു, അങ്ങനെ മാക്സിമം ഫിറ്റ് ആകുന്നു ടു ലിവ് ഓർ ടു സർവൈവ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റ്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ആ ഓർഗാനിസത്തിൽ പല പല മാറ്റങ്ങളും സംഭവിക്കാം. ഇത് ഒറ്റയടിക്കല്ല ഇതൊന്നും സംഭവിക്കുന്നത്. കാലാന്തരങ്ങളോളം ഇങ്ങനെയുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാരണം ഓരോ സ്പീഷീസും നമ്മളെടുത്താൽ പണ്ടത്തേതും ഇപ്പോഴത്തേതും വെച്ച് നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും ഓരോ ഓർഗാനിസത്തിലും ഓരോ മോഡിഫിക്കേഷൻസും വന്നെന്നിരിക്കാം. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ ഇദ്ദേഹം പറയുന്നതും പ്രകാരം കോൺസ്റ്റൻറ്റ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ബോഡി പാർട്സ് കാരണം പല മാറ്റങ്ങളും വരുന്നു എന്നാണ് പറയുന്നത്. കോൺസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്താൽ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആൻഡ് ഫിറ്റ് ആകുന്നു. കോൺസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാതിരുന്ന ഡിസ്യൂസ് ആണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ആൻഡ് ഡിസപ്പിയറൻസ് എന്നാണ് അടുത്ത പറയുന്ന പോയിൻറ്റ്. പിന്നെ പറയുന്ന മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്വയർഡ് വേരിയേഷൻസ് ഒക്കെ ഇൻഹെറൻ്റ് ആണ് എന്നാണ്, ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു എന്നാണ് നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത്. ആൻഡ് 4th പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഇൻഹെറിറ്റൻറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് ഈ ഹെറിറ്റബിൾ വേരിയേഷൻസ് ലീഡ്സ് ടു ദ എവല്യൂഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് വൺ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന തിയറി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തിയറി ആസ് എ ഹോൾ പറയുന്ന മെയിൻ 4 പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അതാണിവിടെ സമ്മറൈസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഇസ് ദ തിയറി ഓഫ് നീഡ്. ഓരോ ഓർഗൻ ഫോം ചെയ്യുന്നെങ്കിൽ പുതിയൊരു നീഡിൻ്റെ ബേസിസിലായിരിക്കും പുതിയൊരു ഓർഗൻ ഫോം ചെയ്യുന്നത്. തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് ആൻഡ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഇത് മൂന്നുമാണ് മേജർ കോർണർ സ്റ്റോൺസ് ഓഫ് ലാമാർക്കിസം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന തിയറീസൊക്കെ പ്രൊപ്പോസ് ചെയ്യാൻ, മുന്നോട്ട് വെക്കാൻ, പോസ്റ്റുലേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ജിറാഫിൻ്റെ നെക്കിൻ്റെ ഇലോങ്ങേഷൻ, നെക്ക് ആൻഡ് 4 ലിംസിൻ്റെ ഇലോങ്ങേഷനാണ് ഇവിടെ നമ്മൾ ലാമാർക്സിൻ്റെ ബേസിസ് ആയിട്ടുള്ള എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാമാർക്കിസത്തിൽ പഠിക്കാനുള്ളത്. ലാമാർക്കിസത്തിൻ്റെ ക്രിറ്റിസിസവും പറയുന്നുണ്ട്. ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ജിറാഫിൻ്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ കോട്ട് ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഇതിനകത്തുള്ള എക്സാമ്പിൾ പറയുന്നത് ജിറാഫിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇലോങ്ങേറ്റഡ് നെക്കും 4 ലിംബുമുള്ള ജിറാഫിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് നെക്ഡ് ആയിട്ടുള്ള
ആളുകളായിരുന്നു. ഷോർട്ട് നെക്കും 4 ലിംസും നമുക്ക് കണ്ടറിയാം ഷോർട്ട് 4 ലിംസ് ആയിരുന്നു. അവർ അന്നത്തെ അവരുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാസി ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നു. ഒരു ഗ്രാസി പ്ലെയിൻസിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അപ്പം ഗ്രാസസൊക്കെ മേഞ്ഞ് ഇങ്ങനെ ബുഷി അല്ലെങ്കിൽ ഷ്രബി ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ ഭക്ഷിച്ചായിരുന്നു അവർ നടക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സർഫസ് വെജിറ്റേഷൻ സ്കാൻഡി ആയി. ഈ ഗ്രാസും ഇങ്ങനെയുള്ള ഷ്രബ്സും ഒക്കെ സ്കാൻഡി ആയപ്പോഴത്തേക്ക് the environment or the condition forced them to feed upon much elongated trees. അപ്പോൾ ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. സർഫസ് വെജിറ്റേഷനൊക്കെ ക്ഷാമമായപ്പോഴത്തേക്ക് വേറൊന്നും കഴിക്കാനില്ലാതെ അവർക്ക് മരങ്ങളിലുള്ള ഇലയൊക്കെ കഴിക്കേണ്ടതായിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ അവർക്ക് നിർബന്ധപൂർവ്വം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റിൽ ഇവരിങ്ങനെ എത്തി വലിഞ്ഞ് ശീലിച്ച് അതങ്ങനെ ഒരു അക്വയർഡ് ക്യാരക്ടറായി ജനറേഷൻസ് പാസ് ചെയ്ത് അവരുടെ 4 ലിംബും നെക്കും ഇലോങ്ങേറ്റഡ് ആയി എന്നാണ്, ഹൈറ്റ് കൂടാൻ തുടങ്ങി എന്നാണ്. അങ്ങനെയാണ് ഇവരിപ്പം ഇത്രയും ഒരു 6 മീറ്ററോളം ഹൈറ്റിലുള്ള ജിറാഫുകളായിട്ട് മാറപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇനി കുറേ ക്രിറ്റിസിസംസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ക്രിറ്റിസിസവും കൂടെ ചേർത്ത് എഴുതുക. ക്രിറ്റിസിസത്തിനകത്തിൽ ഫസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ തിയറിയിൽ ഫസ്റ്റ് പോയിൻ്റായ ടെൻഡൻസി ഓഫ് ഓർഗാനിസംസ് ടു ഇൻക്രീസ് ഇൻ സൈസ് എന്ന് പറയുന്നില്ലേ, ഓരോ ഓർഗാനിസവും എൻവയോൺമെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും എഫിഷ്യൻ്റ് ആകുന്നു, കൂടുതൽ ഇൻക്രീസ്ഡ് ഇൻ സൈസ് ആകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. സം എവല്യൂഷൻസ് ആർ ഇൻ സച്ച് എ വേ ദാറ്റ് ഓർഗാനിസം ടെൻഡ് ടു ഡിക്രീസ് ദിയർ സൈസ് ഡിക്രീസ് ചെയ്ത് സിംപ്ലർ ഫോംസിലേക്ക് പോകുന്നു. അതാണ് ചില കേസുകളിൽ സംഭവിക്കുക. അപ്പോൾ യൂണിവേഴ്സലി നമുക്ക് പറയാൻ പറ്റത്തില്ല ദാറ്റ് എവറി ഓർഗാനിസം ഇസ് ട്രൈയിങ് ടു ഇൻക്രീസ് ഇറ്റ്സ് സൈസ്. So that is a criticism. And the second postulate, that is the formation of a new organism is because of a new need arising in that organism എന്ന് പറയുന്നത് ആക്ച്വലി അതും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് യൂണിവേഴ്സൽ ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ട്രൂ. ആൻഡ് തേർഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് തേർഡ് പോസ്റ്റുലേറ്റ് ആയ തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. അത് ആക്ച്വലി നമുക്ക് അതും ഒരു കോൺട്രറി ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് യൂണിവേഴ്സൽ ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് അക്സെപ്റ്റബിൾ ബിക്കോസ് കോൺസ്റ്റൻറ്റ് യൂസ് ഓഫ് ആൻ ഓർഗൻ കോസസ് ഇറ്റ് ടു ബി മോർ damaged and efficiency also reduces along the long run of time. So എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം അത് കൂടുതൽ കേടാകാനും കൂടുതൽ റിപ്പയർ വരാനും ഒക്കെ കാരണമാകുന്നു. അതുകൊണ്ട് നമുക്കതും അങ്ങോട്ട് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിറ്റിസിസമാണ്. ഫോർത്ത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അതാണല്ലോ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ജനറ്റിക് എവിഡൻസ് അതിനില്ല. ഈ പറയുന്ന മോഡിഫിക്കേഷൻസൊക്കെ നെക്സ്റ്റ് ജനറേഷൻസിലേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതിന് ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഓർ ദാറ്റ് ഈസ് നോട്ട് എവിഡൻറ്റ്. നമുക്ക് എവിഡൻസ് ഇല്ല. ദാറ്റ് ഈസ് നോട്ട് പ്രൂവ്ഡ് ആക്ച്വലി. സോ ഇത് ആണ് 4 ക്രിറ്റിസിസംസ് ലാമാർക്കിൻ്റെ തിയറിയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ലാമാർക്കിസം. അടുത്ത നിയോ ലാമാർക്കിസം എന്നൊരു ടോപ്പിക്കുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.